നമസ്കാരം. ഏവർക്കും കലാകൗമുദിയിലേക്ക് സ്വാഗതം. ചലച്ചിത്ര ടി.വി താരം, സൈക്കോളജിസ്റ്റ്, ഗ്രന്ഥകർത്താവ് എന്നീ നിലകളിൽ ഏറെ പ്രസിദ്ധനായ അഡ്വക്കേറ്റ് ഡോക്ടർ ക്രിസ് വേണുഗോപാൽ സാറിനൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്. സാറിനോട് വെഞ്ഞാറമൂട് ഈ അടുത്ത് നടന്ന 5 കൊലപാതകങ്ങൾ, കൂട്ടക്കൊലപാതകങ്ങൾ, നാടിനെ ഞെട്ടിച്ച ആ കൊലപാതകങ്ങൾക്ക് പിന്നിലുള്ള കാരണം എന്താണെന്ന് സാറിനോട് നമുക്ക് ചോദിച്ചാൽ. അപ്പോൾ ഇതിന് ഇങ്ങനെ വരുന്ന ഇതേ സമയം നമ്മുടെ ആൾക്കാർക്ക് അമ്മയെ തല്ലിയാൽ പറയുന്ന സോ അതിൽ നമ്മൾ ഇനിയിപ്പോ ദൈവത്തിനെ സപ്പോർട്ട് ചെയ്ത് നോക്കുന്ന ആൾക്കാർ അല്ല ഞാൻ തിരിച്ചു ചോദിച്ചാൽ സൊസൈറ്റിയിൽ നടക്കുന്നത് തന്നെ അതിന്റെ സമയത്ത്. നമസ്കാരം സാർ. സാറിനെ ഇങ്ങനെ നോക്കിക്കാണുമ്പോൾ ഇന്നത്തെ തലമുറ എന്തുകൊണ്ടായിരിക്കും ഒരു ചെറിയ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് കൊലപാതകം എന്നൊരു കാര്യത്തിലേക്ക് പോകുന്നത്? ഇത് കൊലപാതകം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ അതിന്റെ റീസൺസ് നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്ക് ബെറ്ററായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനെ 2025 തുടങ്ങിയിട്ട് ഇപ്പോൾ കഷ്ടിച്ച് 2 മാസം കംപ്ലീറ്റ് ആവുന്നത്. ഇതിനകം നടന്ന മാസ് മേർഡേഴ്സ് എല്ലാം, അല്ലെങ്കിൽ നോർമൽ മേർഡേഴ്സ്, അല്ലെങ്കിൽ നൈഫ് അറ്റാക്സ്, അറ്റംപ്റ്റ് മർഡർ, ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ യങ്സ്റ്റേഴ്സ് ആണ് കൂടുതൽ. അത് യങ്സ്റ്റേഴ്സ് ബിലോ 18 ഉണ്ട്, അതല്ലാതെ 25 താഴെയുള്ളവരുണ്ട്. കൂടുതലും അത്തരത്തിലുള്ള കേസസ് ആണ് കാണുന്നത്. ഇതിന് പല റീസൺസ് ആയിട്ട് നമുക്ക് എടുക്കാം. അതിൽ ആദ്യത്തത് എടുക്കാം, ഇപ്പോഴത്തെ സോഷ്യൽ സ്ട്രക്ചർ, നമ്മുടെ മീഡിയ, ഇതെല്ലാം ഒരു കാരണമായിരിക്കാം. രണ്ടാമതൊരു കാരണം പേഴ്സണൽ ഫ്രസ്ട്രേഷൻ, വോണ്ട് ഫോർ മണി, കൂടുതൽ പൈസ പൈസ പൈസ, ഈ ഒരു ആസ്പെക്റ്റിലേക്ക് പോകണം. കാരണം ആൾക്കാരുടെ സ്പെൻഡിങ് ഇസ് മോർ ദൻ വാട്ട് യു ക്യാൻ എവർ ഏൺ. ഇപ്പോൾ ഋഷിരാജ് സിംഗ് സർ ഒരു കാര്യം പറയുന്നത്, റിസർവ് ബാങ്കിന്റെ റൂൾ അനുസരിച്ച് 12% കൂടുതൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാൻ, ഇൻട്രസ്റ്റ് തരാൻ പറ്റില്ല. പക്ഷെ പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് എല്ലാം 25 തരും, 30 തരും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ട്രാപ്പിൽ ആൾക്കാർ, കുറെ ആൾക്കാർ പൈസ നഷ്ടപ്പെട്ടവരുണ്ട്. ഈ നഷ്ടപ്പെട്ടവരുടെ ഫ്രസ്ട്രേഷൻ എന്തായാലും അത് തിരിച്ചു പിടിക്കണമെന്നോ അല്ലെങ്കിൽ ആ വാശിയോ അങ്ങനെയൊക്കെ. അപ്പോൾ ആ ഒരു ലെവൽ ഓഫ് ഫിനാൻഷ്യൽ ഫ്രസ്ട്രേഷൻ, സോഷ്യൽ ഫ്രസ്ട്രേഷൻ, ഇത് കൂടാതെ ചീപ്പ് ഡോപ്പമീൻ, നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള ആ ഒരു ഇതും, അതുകൂടാതെ പലതരത്തിലുള്ള ഇൻഫ്ലുവൻസസ്. ഈ ഇൻഫ്ലുവൻസസ് വരുന്നതെന്ന് പറഞ്ഞാൽ അത് ഡ്രഗ് ആവാം, സോഷ്യൽ ഇൻഫ്ലുവൻസ് ആവാം, ആൾക്കാരുടെ ആവാം, പിയർ പ്രഷർ ആവാം, ഇങ്ങനെ 100 കാര്യങ്ങൾ ഉണ്ടാവും. ഇതിൽ ഏതെന്ന് പറയുന്നത് നമുക്കൊരു സ്ഥലത്ത് പിൻ പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇതില് ഒന്ന് ഫാമിലി സ്ട്രക്ചർ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഇപ്പൊ നമുക്ക് മാറി മാറി വരിക. അച്ഛനോടും അമ്മയോടും തുറന്ന് സംസാരിക്കാൻ പറ്റില്ല, അവരെങ്ങനെ വെറുക്കാം, അവരെങ്ങനെ നമുക്ക് ദ്രോഹിക്കാം എന്നുള്ള ആ ലെവലിലാണ് പല യങ്സ്റ്റേഴ്സിന്റെ തോട്ട് പോകുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ ഫിനാൻഷ്യൽ ഫ്രസ്ട്രേഷനും കൂടെ വന്നാലും, ഡ്രഗ് ഇൻഫ്ലുവൻസും കൂടെ വന്നാലും, പിയർ പ്രഷറും കൂടെ വന്നാലും, അപ്പോൾ ഇത് 2025 നമ്മൾ കാണുന്ന ഈ ഇഷ്യൂസ്, ഇപ്പോൾ ലേറ്റസ്റ്റ് വെഞ്ഞാറമൂട് മാസ് മർഡർ കേസ് വരെ എടുക്കുകയാണെങ്കിൽ ഇതിലെല്ലാത്തിലും ഇങ്ങനത്തെ പല ഫാക്ടേഴ്സ് ഇൻവോൾവ് ആയിരിക്കും. അപ്പൊ അതിൽ ഡ്രഗ് ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കുന്നുണ്ട്. ഫോറൻസിക് ഇപ്പോൾ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്, മൊബൈലിലുള്ള ഇൻഫ്ലുവൻസ് നോക്കുന്നുണ്ട്, എന്തൊക്കെയാണെന്ന് നോക്കുന്നുണ്ട്. അതുകൂടാതെ മാനസികാവസ്ഥ ഇപ്പൊ ശരിയല്ല, അതുകൊണ്ട് ഉള്ള ഇഷ്യൂസ് ഉണ്ട്. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇതിന് ഒരു ഫാക്ടറാണ് ഇതിന്റെ പുറകിലുള്ള റീസൺ നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് കം ടു തിങ്ക് ഓഫ്, ഇപ്പൊ ഇന്നലെ സംസാരിച്ച ഒരു കാര്യം, ഋഷിരാജ് സിംഗ് സാറായിട്ട് സംസാരിക്കുന്ന സമയത്തും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും ഒരു മാസ് മർഡർ പ്ലാൻ ചെയ്യാൻ ഒറ്റ ദിവസം മതിയോ? ഇല്ല. അപ്പോ ഇത് മേ ബി ഒരു 2 ആഴ്ചയോ 3 ആഴ്ചയോ അല്ലെങ്കിൽ 1 മാസമോ എടുത്തൊരു പ്ലാൻ ആയിരിക്കാം. ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നെങ്കിൽ മേ ബി അതിന് പണം കിട്ടാതെ വരികയോ അല്ലെങ്കിൽ ആ ഒരു ഫ്രസ്ട്രേഷനെ കുറിച്ച് പെട്ടെന്ന് ചെയ്തതായിരിക്കാം. അതിനേക്കാളും കൂടുതലാണ് പറയുന്നത്. കാരണം 65 ലക്ഷം രൂപയോളം കടമുണ്ട് എന്നുള്ള ആ ഒരു ആസ്പെക്ട് പറയുന്നുണ്ട്. കടം ചോദിച്ചിട്ട് കൊടുത്തില്ല, 1.25 ലക്ഷം രൂപ ചോദിച്ചിട്ട് കൊടുത്തില്ല, സ്വർണം കൊണ്ട് പണയിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ഇപ്പൊ റിവീലായി വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ഇങ്ങനെ വരുന്ന ഇതേ സമയത്ത് നമ്മുടെ ആൾക്കാരുടെ ഒരു രീതിയുണ്ട്, അമ്മയെ തല്ലിയാൽ 2 വർഷം എന്ന് പറയുന്ന ആ ഒരു ആസ്പെക്ട് ഉണ്ട്. സോ അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇനിയിപ്പോ ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ആൾക്കാർ വരും. അപ്പൊ ഈ സെൻസേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള മൂവീസ് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ പേരെടുത്ത് പറയുന്നത് മോശമായിട്ടല്ല, നല്ല മേക്കിംഗ് ആണ്, നല്ല സിനിമയാണ്, എനിക്ക് സിനിമ എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ്. പക്ഷേ ഇപ്പൊ മാർക്കോയോ റൈഫിൾ ക്ലബോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വയലൻസ് അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ ആൾക്കാർ അതിന് ഇൻസ്പയർഡ് ആയിട്ടാണോ എന്ന് ഞാൻ ബ്ലണ്ടായിട്ട് പറയല്ല. പക്ഷേ ഇത് ഒരു ഡ്രഗ് ഇൻഫ്ലുവൻസിൽ കാണുന്ന ഒരാൾക്ക് അങ്ങനെ ചെയ്യണം തോന്നില്ല. അല്ല, ഞാൻ തിരിച്ചും ചോദിക്കാം, സൊസൈറ്റിയിൽ ഇത് നടക്കുന്നത് തന്നെ അല്ലേ സിനിമയായിട്ട് എടുക്കുന്നത്? സോ ഇറ്റ് ഇസ് എ വിഷ്യസ് സർക്കിൾ.
അപ്പോൾ ഇനിയിപ്പോ എല്ലാം ഭക്തി സിനിമ മാത്രം എടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന മൂവീസിൽ വയലൻസ് ഒക്കെ ഉണ്ട്, ഇല്ലാതൊന്നുമില്ല. ബട്ട് അഗൈൻ ഈ ഡ്രഗ് ഇൻഫ്ലുവൻസിനെ നമ്മൾ ശരിക്കും കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഈ റോങ് യൂസേജ് ഓഫ് മീഡിയ അത് നമ്മൾ ശരിക്കും കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഈ കേസിൽ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അഫാന്റെ കേസിൽ എടുക്കുകയാണ്, ലീഗൽ പ്രൊസീജിയേഴ്സ് വിൽ സ്റ്റാർട്ട്. അറ്റ് ദ സെയിം ടൈം ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന മീഡിയ പല രീതിയിൽ ഇൻഫ്ലുവൻസ് വരും. നേരത്തെ പറഞ്ഞു സപ്പോർട്ട് ചെയ്തുകൊണ്ട് അയ്യോ പാവമാണ്, അയ്യോ പാവം എന്ന് പറയുന്ന ആൾക്കാർ. ഈ അയ്യോ പാവം എന്ന് പറയുന്നതിന് ഒരു സെക്കൻഡ് മുന്നേ ആലോചിക്കുന്നത്, അതിന് മുന്നേ ജീവൻ നഷ്ടപ്പെട്ട ഇത്രയും ആൾക്കാരുണ്ട്, അവരുടെ കാര്യം ആരും പറയും. അതിനോട് കണക്ട് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നതാണ് ഗ്രീഷ്മയുടെ കാര്യം. അതായത് അത് എനിക്ക് തോന്നുന്നു അത് സമൂഹം മാത്രമല്ല, നിയമത്തിൽ നിയമപാലകർ ചിലർ തന്നെ ആളെ വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടുണ്ട്. റാങ്ക് ഹോൾഡർ ആണ്, അല്ലെങ്കിൽ ആ കുട്ടി ഇങ്ങനെയാണ്, അവിടെ മിടുക്കിയാണ് എന്നുള്ള വാക്കുകളൊക്കെ ആ സമയത്ത് ഭയങ്കരമായി ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു. ഒരാള് റാങ്ക് ഹോൾഡർ ആണെങ്കിൽ, അല്ലെങ്കിൽ ആ ആൾ എന്തൊക്കെയോ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആൾക്ക് ഇളവ് കിട്ടണം, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ കൊണ്ട് ആള് ചെയ്ത തെറ്റുകൾ ന്യായീകരിക്കുന്ന ഒരു സമൂഹം മാത്രമല്ല, അത് നമ്മുടെ നിയമത്തിലും കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട്. നിയമത്തിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഞാൻ ഒരു ലോ പ്രാക്ടീഷണറാണ്. മക്കോളി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടാക്കിയ നിയമമായിരുന്നു ഇത്ര കാലം, ഇപ്പൊ മാറ്റി BNS ഒക്കെ ആയി. ബട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ഇത്രയും 1895 ഇന്ത്യ ഭരിക്കുന്ന ആൾക്കാർ ഇന്ത്യക്കാരെ ശത്രുക്കളാണ് അല്ലെ? അപ്പൊ ഇതും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, മുൻ DGP ആയിരുന്ന ഋഷിരാജ് സിംഗ് സാർ, അദ്ദേഹമായിട്ടുള്ള ആ ഒരു കോൺവെർസേഷൻ തന്നെയാണ് പിന്നെയും ഞാൻ കൊണ്ടുവരുന്നത്. ഈ ശത്രുക്കളായി കരുതപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ നിയമം അത് തന്നെയല്ലേ നമ്മൾ ഫോളോ ചെയ്തത്. അപ്പൊ ഈ BNSനകത്ത് വന്നിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമ്പേഴ്സ് മാറി എന്നല്ലാതെ പുതിയതായിട്ട് എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് ചോദിച്ചാൽ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ ഈ ലോയിനകത്തുള്ള ലൂപ്പ് ഹോൾ അറിഞ്ഞിട്ടല്ല ഈ കുറ്റം ചെയ്യുന്നവർ വരുന്നത്. സോ ലോയിനകത്ത് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ബട്ട് അഗൈൻ ഈ ലോ മുഴുവനും ഒപ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ സപ്രസ് ചെയ്ത് പിടിക്കാനോ വേണ്ടിയിട്ടുള്ള ഒരു ലോസ് ആയിരുന്നു. അതാണ് നമ്മൾ ഫോളോ ചെയ്ത് വരുന്നത്. അപ്പോൾ ആ നിയമത്തിനെ നമ്മൾ ഒരു സൈഡ് മാറ്റി കഴിഞ്ഞാൽ, നിയമം ശരിയാണോ തെറ്റാണോ ഒന്നും ചിന്തിക്കാതെ ഈ മാസ് മർഡേഴ്സ് നടക്കും. പണ്ടൊക്കെ ഒരു ചെറിയൊരു തെറ്റ് ചെയ്യാം, ക്ലാസ്സിൽ പോലും നമ്മൾ പഠിക്കുന്ന സമയത്ത് വലിയ തെറ്റ് ചെയ്യാൻ നമുക്ക് പേടിയുണ്ടായിരുന്നു. അന്ന് ടീച്ചേഴ്സിന് വഴക്ക് പറയാമായിരുന്നു, തല്ലാമായിരുന്നു, നുള്ളാമായിരുന്നു. എനിക്കിപ്പോഴും എനിക്ക് കിട്ടിയ നുള്ളിന്റെ ഓർമ്മ എനിക്കുണ്ട്. തേൻ വെച്ചിട്ട് കിട്ടിയിട്ടുള്ള അടി എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ എവിടെയോ ഒരു സ്ഥലത്ത് ഒരു കൺസ്യൂമറിസം കയറി വന്നു എഡ്യൂക്കേഷനാണ്. അതായത് എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് അച്ഛനും അമ്മയുടെ പോയി മക്കൾ പറയുന്ന സത്യമോ കള്ളോ എന്ന് പോലും നോക്കാതെ PTA എടുത്ത് കംപ്ലൈന്റ് വരുന്നു, ടീച്ചേഴ്സിനെതിരെ കംപ്ലൈന്റ് വരുന്നു. ടീച്ചേഴ്സിന് ഒരു നല്ല ടീച്ചർ ആവാൻ സാധിക്കുന്നില്ല എന്നൊരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കാശ് തരുന്നു, നീ എന്നെ പഠിപ്പിക്കുന്നു, നീ ആരാ എന്ന് ചോദിക്കാനുള്ളൊരു തലമുറയെ വാർത്തെടുക്കുക. സ്പെസിഫിക്കലി ഇന്ത്യ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സംസ്കാരത്തിനകത്ത് ടീച്ചർ മാത്രമല്ല, നമുക്കുണ്ടായിരുന്നത് ഗുരുവുണ്ട്, അധ്യാപകനുണ്ട്, ആചാര്യനുണ്ട്, പണ്ഡിതനുണ്ട്, ഇങ്ങനെ പല ലെവലുണ്ട്. അതിൽ ആചാരങ്ങൾ പഠിപ്പിക്കുന്നവൻ ആചാര്യൻ, അധ്യാപനം ചെയ്യുന്നവൻ അധ്യാപകൻ, ഗുരു എന്ന് പറഞ്ഞാൽ ഇരുട്ട് നീക്കം ചെയ്യുന്നവൻ, അങ്ങനെ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ സ്കില്ല് അറിയാവുന്ന ഒരു വ്യക്തി, ഇങ്ങനെ പല ലെവലില് ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റിയിട്ട് നമ്മൾ എവിടെയോ ഒരു ഈ ടീച്ചർ സംസ്കാരം കൊണ്ടുവന്ന് അതിനകത്ത് കൺസ്യൂമേഴ്സും കൊണ്ടുവന്നു. ഞാൻ ഫീസ് അടയ്ക്കുന്നു, നീ എന്നെ പഠിപ്പിക്കുന്നു, അത്രയേ ഉള്ളൂ. എന്നെ തല്ലാൻ പാടില്ല, വഴക്ക് പറയാൻ പാടില്ല, എന്നെ കുറിച്ച് നോക്കാൻ പാടില്ല, എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ കേസ് കൊടുക്കും, ആ ലെവലിലേക്കായിട്ട്. പക്ഷേ എപ്പോഴാണ് ഏതെങ്കിലും ഒരു പാരന്റ്, ഇപ്പൊ സംസാരം എടുക്കണം, ഈ ലഹരി യൂസ് ചെയ്താണെങ്കിൽ പോലും ഏതെങ്കിലും ഒരു പാരന്റ് സ്വന്തം മക്കൾ അങ്ങനെ ലഹരി യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ ധൈര്യപ്പെടും? അപ്പൊ എന്താണ് പ്രൊമോട്ടിംഗ് ദാറ്റ്? അത് അറിഞ്ഞു കഴിഞ്ഞാൽ അത് മറയ്ക്കാനല്ലേ പറ്റൂ. അപ്പൊ അങ്ങനെ മറയ്ക്കാനുള്ള ആ ഒരു കാര്യമാണോ? ശരി, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ കംപ്ലൈന്റ് ചെയ്യാതെ തുടർന്നുള്ള ഭാവി, ഇപ്പൊ എനിക്കുണ്ടായിരുന്ന ഒരു പേഷ്യന്റ്, ഞാൻ ഹിപ്നോതെറാപ്പി ചെയ്ത ഒരു പേഷ്യന്റ്, ആ പേഷ്യന്റ് 20-22 വയസ്സായപ്പോൾ UK പോയി. ഓവർ ഡ്രഗ് യൂസേജിൽ ഒരു നെർവ് ഇഷ്യൂ വന്ന് കംപ്ലീറ്റ് ആയിട്ട് പാരാപ്ലജിക് ആയി, വെറും കസേരയിൽ ലിവ് ചെയ്യുന്ന ഒരാളായി. അതാണ് ഫ്യൂച്ചർ. അപ്പോൾ അങ്ങനെ ഒരു ഫ്യൂച്ചറാണ് മക്കൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത്. ആ ചോദ്യങ്ങൾ ബാക്കിയില്ല. ബിക്കോസ് ഒരു പാരന്റും ധൈര്യപ്പെടുന്നില്ല, തുറന്നു പറയുന്നില്ല. സമൂഹം എന്ത് വിചാരിക്കും, എന്റെ ഭർത്താവ് എന്ത് വിചാരിക്കും, എന്റെ ഭാര്യ എന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും. ഇവരെല്ലാം വിചാരിക്കുന്നത്, ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിനകത്ത് ഒന്നും വിചാരിക്കാനാവാത്ത ഒരു മോശം ഫ്യൂച്ചറിലേക്ക് ആ ലൈഫ് വന്നു. പാരന്റിങ് എനിക്ക് തോന്നുന്നു അഫാന്റെ കാര്യത്തിലും കുറച്ച്
പ്രശ്നമായിരുന്നു. കാരണം വളരെ ചെറുപ്പത്തിൽ ഒരു മൊബൈൽ ഫോണൊക്കെ ചോദിച്ച സമയത്ത് അത് കിട്ടാതെ വന്നപ്പോൾ വലിയ വിഷമം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു സാധനം ചോദിക്കുമ്പോൾ കിട്ടാതെ വരുമ്പോൾ ആത്മഹത്യ ഭീഷണി പറയും. ഈ വീട്ടുകാരെ ആ ഒരു തന്റെ വഴിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്വഭാവം ഇന്നത്തെ കാലത്ത് കൂടുതലാണ് അപ്പാനും ഉണ്ടായിരുന്നത്. അത് ഒരു ആളുടെ കാര്യം മാത്രമല്ലല്ലോ. ഇപ്പോ മക്കൾ ചോദിക്കുന്നു, വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ അവരിങ്ങനെ ചെയ്തു കളയും, അങ്ങനെ ചെയ്തു കളയും, അവരിങ്ങനെ ചെയ്തു കളയും, അങ്ങനെ ചെയ്തു കളയും, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഈ ത്രെറ്റിനെ ബേസ് ചെയ്തിട്ട് ആ ജനറേഷൻ നമ്മൾ ഇല്ലാണ്ടാക്കി. ഇപ്പൊ പല പൊതുസ്ഥലങ്ങളിൽ ഞാൻ കാണുന്നത് 6ഉം 7ഉം ആൺകുട്ടികളും 2 3 പെൺകുട്ടികളും അവര് സംസാരിക്കുന്നു. എന്താണെന്ന് പോലും നമ്മൾ ശ്രദ്ധിക്കാൻ ആരും ധൈര്യപ്പെടുന്നില്ല. ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രശ്നം ഉണ്ടാകും. അത് ശരിയാണോ? 100% ശരിയല്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയും പറയാൻ പറ്റില്ല. ആ ഒരു ആംബിഗ്വസ് നേച്ചർ മാറും. അതായത് പാരന്റ്സിന് മക്കളോട് സംസാരിക്കാനും മക്കൾക്ക് പാരന്റ്സിനോട് സംസാരിക്കാനുള്ള ആ ഓപ്പൺനെസ് എന്ന് വരുന്നു. ഈ എന്നാണോ മക്കളാണെങ്കിലും തെറ്റ് ചെയ്താൽ അത് കറക്റ്റ് ചെയ്യപ്പെടണം. ഒന്നിൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ ലീഗൽ കറക്ഷൻ അങ്ങനത്തെ ആക്ടിവിറ്റീസിലേക്ക് നമുക്ക് മാറാൻ നമുക്ക് എന്നാണ് ധൈര്യം വരുന്നത്. കുറച്ചു കാലം മുന്നേ വരെ എനിക്കൊരു സൈക്കോളജിക്കൽ ഇഷ്യൂ ഉണ്ട് എന്ന് പറയാൻ ധൈര്യപ്പെടാത്ത ആൾക്കാരായിരുന്നു. ഇന്ന് കൂടുതലായിട്ട് ആൾക്കാർ മുൻവന്ന് തുടങ്ങി. ബിക്കോസ് ദി ആർ നോട്ട് ഏബിൾ ടു ഹാൻഡിൽ ഈ സ്ട്രെസ് ആയാലും ആൻസൈറ്റി ആയാലും പല രീതിയിലും അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് പോലെ ഇത്തരം കാര്യങ്ങളിലും നമ്മൾ കെയർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഗോയിങ് ടു എ വെരി ബാഡ് സ്റ്റേറ്റ്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നമുക്ക് പല സ്ഥലത്തും ഡി അഡിക്ഷൻ സെന്റേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. 2-3 ലക്ഷം യുവാക്കളെയാണ് ഡി അഡിക്റ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിനുശേഷം ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൾട്ടി ഡ്രഗ് ടെസ്റ്റിംഗ്, ഹോം ടെസ്റ്റിംഗ് സിസ്റ്റം വന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ഹെൽപ്പിന് വേണ്ടിയിട്ടാണ്. പക്ഷെ എത്ര പേര് ധൈര്യപ്പെടും? മക്കളോട് എത്ര പാരന്റ്സിന് പറയാൻ പറ്റും യൂറിൻ സാമ്പിൾ അവർക്ക് ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ടോ ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് അവർ എന്ത് ചെയ്യും എന്ന ചിന്തയിൽ അവരത് ചെയ്യും. സോ കിറ്റ് വന്നാൽ പോരാ. ഒരു കേസെങ്കിലും വരാറുണ്ട് ഇത്ര കിലോ ആയിട്ട് കണ്ടുപിടിച്ചു. എന്തുകൊണ്ടായിരിക്കും കിലോ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഗ്രാവിറ്റി മനസ്സിലാക്കുന്നില്ല. കയ്യിൽ 3 മുതൽ 7 ഗ്രാം വരെ പ്രൊസസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്രൈമാണ്. 15 ഗ്രാം ആയി കഴിഞ്ഞാൽ അത് അതിനേക്കാളും വലിയ ക്രൈമാണ്. 3 മുതൽ 7 വർഷം വരെ നിലവ് കിട്ടാനുള്ള അത്തരത്തിലുള്ള ഒരു ക്രൈമിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ പറയുന്നത് കിലോ ആണ്. ഗ്രാമും കിലോയും തമ്മിൽ 1000 ഡിഫറൻസ് ഉണ്ട്. അതായത് 1000 മടങ്ങാണ്. 1 ഗ്രാമിന്റെ 1000 ഇരട്ടിയാണ് 1 കിലോ ആകുന്നത്. ഈ 1000 ടൈംസ് എന്ന് പറയുമ്പോൾ നമുക്കത് ബ്ലോൺ ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻസ് ആണ്. ഇത്ര കിലോ പിടിച്ചു എന്ന് പറഞ്ഞാൽ ഈ പിടിക്കാത്തത് എത്രയോ ഉണ്ട്. പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിടിക്കപ്പെടുന്നത് ഒരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് മാത്രമാണ്. അതും സ്ട്രോങ്ലി ഇപ്പോൾ ഏതൊരു എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ പോലീസിനൊക്കെ നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പല ഇൻഫ്ലുവൻസസും അതിനകത്തുണ്ട്. പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, മണി ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇതെല്ലാം നടക്കുന്നുണ്ട്. അതും ഇപ്പോ ഈ 5 കാര്യങ്ങളാണ് ക്രൈമായിട്ട് വരുന്നത്. അതായത് മാനുഫാക്ചറിങ്, പ്രൊസസിങ്, യൂസിങ്, സെല്ലിങ് ആൻഡ് സ്പ്രെഡിങ്. അതായത് നമ്മൾ ഇൻസ്പയർ ചെയ്യുക ഒരാളെ കൊണ്ട് യൂസ് ചെയ്യിപ്പിക്കാൻ. ഈ സ്കൂൾസിലൊക്കെ നമുക്ക് ഈ പ്രേരണ കുറ്റമുണ്ട്. സ്റ്റാമ്പ് മുതൽ MDM വരെയുള്ള ഇതുണ്ട്. ഇസ് ദേർ എനി ഡ്രഗ് അവയർനെസ് ക്യാമ്പയിൻസ് ബീയിങ് ഡൺ? ഇല്ല. അപ്പൊ എന്ന് വെച്ചിട്ട് ഞാൻ ഇതിന് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡ്രഗോ അല്ലെങ്കിൽ ഡ്രഗ് ഇൻഫ്ലുവൻസോ കേസ് അല്ല, ഞാൻ ഈ ഒരു കേസ് പെർട്ടൈനിങ് അല്ല പറയുന്നത്. ബട്ട് ജനറലി നമ്മുടെ സൊസൈറ്റിയിൽ അങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിന്റെ ഒരു റിപ്പർക്കഷൻ ആയിരിക്കാം ഇപ്പൊ നടന്നത്. പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് എപ്പോ നോക്കിയാലും നമ്മൾ കാണുന്ന കാര്യം ഈ ഡ്രഗ് എന്നുള്ള കാര്യം എന്നും ചർച്ചാ വിഷയമാണ്. നമ്മുടെ നിയമ സംവിധാനം ഇത്രയൊക്കെ സ്ട്രെങ്ത് ഇല്ലാത്തത് കൊണ്ടാണോ, അതോ ഈ ഇങ്ങനെ പിടിക്കപ്പെടുന്ന ആളുകൾക്ക് അതിൻ്റെതായ രീതിയിൽ ശിക്ഷ കിട്ടാത്തത് കൊണ്ടാണോ ഇതിങ്ങനെ ഇത്രയും അളവ് വർദ്ധിക്കുന്നത്? ഇതിന്റെ ശരിക്കുള്ള റീസൺ എന്താ? പ്രോബബ്ലി 90s നടന്ന കേസസിന്റെ വേർഡിക്റ്റ് വന്നിട്ട് കൊലക്കയറ് കാത്തു നിൽക്കുന്ന ആൾക്കാരുടെ എണ്ണം എത്രയാണെന്ന് എടുത്ത് നോക്കിയാൽ ക്യാപിറ്റൽ പണിഷ്മെന്റിനെ ഒപ്പോസ് ചെയ്യുന്ന രാജ്യങ്ങൾക്ക് ഓക്കെ ആണെന്ന് പറയുന്ന രാജ്യങ്ങൾ ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ. ഇവർക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കാനുള്ള റീസൺ എന്തായിരുന്നു? അവിടെ ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ ആ മരിച്ചവർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ആ കൊല്ലപ്പെട്ട ഇത്രയും ആൾക്കാർക്ക് കൊടുക്കണം. അങ്ങനെ പല റീസൺസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ
എന്ത് പറഞ്ഞാലും നമുക്ക് രണ്ട് സൈഡ്, ഡെമോക്രസിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്ത് സൈഡിലായാലും രണ്ട് പ്രശ്നം. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഈ ടു സൈഡ്സ് ഓഫ് കോയിൻ വന്നു കഴിഞ്ഞാൽ ആൾക്കാരുടെ ഇൻഫ്ലുവൻസ് അതിനകത്ത്. സാർ പേഴ്സണലി ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? കാരണം ഒരു ആസ് എ ലീഗൽ പ്രൊഫഷണൽ ഐ എം നോട്ട് സപ്പോസ് ടു സേ ദാറ്റ്. പക്ഷെ ഞാൻ പറയുന്നു, ക്യാപിറ്റൽ പണിഷ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യാനല്ല ഞാൻ പറയുന്നത്, എൻഫോഴ്സ്മെന്റ് ഓഫ് ലോ പ്രോപ്പർ ആയിരിക്കും. ഇപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ നമ്മൾ കേട്ട റാഗിങ്ങിന്റെ കേസ് എന്നാണ് ഇനി വിധി വരാൻ പോകുന്നത്? ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്? ലീഗൽ പ്രൊസീജിയർ അതിന്റെ ടൈം ഒന്നും എടുക്കും. വളരെ സ്ലോ ആണെന്ന് തോന്നിയിട്ടില്ലേ നമ്മുടെ നാട്ടിലല്ലോ? നമ്മുടെ എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടായിരിക്കും പറഞ്ഞ പെൻഡൻസി, എത്ര കേസ് പെൻഡിങ് കിടപ്പുണ്ട്, തീരുന്നുണ്ടോ കേസ്? അപ്പൊ അതെങ്ങനെ അത്രയും കൂടി 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 കിടക്കുക? അതൊക്കെ കൊണ്ട് തന്നെയായിരിക്കും എന്തെങ്കിലും ഒരു ക്രൈം ഉണ്ടായപ്പോഴും ആളുകൾ അത് കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കാൻ പോലും മടിക്കുന്നതെന്ന് എനിക്ക് തോന്നിപ്പോകുന്നത്. കാരണം നമ്മൾ വർഷങ്ങളോളം കോടതിയിൽ കയറി ഇറങ്ങിയ ഒരു സിറ്റുവേഷൻ അവിടെ വരികയല്ലേ ചെയ്യുന്നത്. ഫാസ്റ്റ് ട്രാക്ക് കോടതിയും ട്രൈബ്യൂണൽസും പല രീതിയിലുള്ള ഓൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷനും ഇതെല്ലാം നമ്മുടെ നാട്ടിലുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ലീഗൽ അവയർനെസ് ഉണ്ടോ? സ്കൂളിൽ ഡ്രഗ് അവയർനെസിനെ കുറിച്ചൊരു ക്ലാസ് ഉണ്ടോ? ലോ അവയർനെസിനെ കുറിച്ചൊരു ക്ലാസ് ഉണ്ടോ? ഇതൊന്നും എനിക്ക് സബ്ജക്റ്റായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. ഒരു സ്കൂളിൽ ഒരു കുട്ടിക്ക് ഇപ്പൊ എന്റെ ഒരു സർ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, അതായത് ലോ അബൈഡിങ് സിറ്റിസൺ ആവാൻ 7ാം ക്ലാസ് പഠിച്ചാൽ മതി, പക്ഷെ ലോ എങ്ങനെ അതിനെ യൂസ് ചെയ്യാമെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും പഠിക്കുന്നത്. അപ്പോൾ ലോ അബൈഡിങ് സിറ്റിസൺ 7ാം ക്ലാസ്സിൽ ആണെന്നുണ്ടെങ്കിൽ ഈ 7ാം ക്ലാസ്സിൽ അവനെ ലോ പഠിപ്പിക്കുന്നത് ഈ റൂൾ ഓഫ് ലാൻഡ് എത്ര പേർക്ക് അറിയാം? 45 മിനിറ്റ് നമ്മൾ ഒരു ടോൾ ഗേറ്റിൽ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ടോൾ കൊടുക്കേണ്ട കാര്യമില്ല എന്ന് ഒരാൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് സത്യമാണോ കള്ളമാണോ എന്ന് മോട്ടോർ വെഹിക്കിൾസ് ആക്ട് നമ്മൾ നോക്കണം, ഇല്ലേ? ഈ 181 റൂൾ അനുസരിച്ചിട്ട് എന്താണ്, അല്ലെങ്കിൽ 456 എന്താണ് എന്നൊക്കെ ഓരോ ചോദ്യങ്ങൾ വരുമ്പോൾ സാധാരണ മനുഷ്യൻ ഇതൊന്നും അറിയില്ല. അപ്പോൾ ലീഗൽ അവയർനെസ് നമുക്ക് ഒരു വഴി വന്നു കഴിഞ്ഞാൽ, ഇത് തെറ്റാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും മേ ബി ഒരു സ്റ്റെപ്പ് നമുക്ക് നോക്കുക. അപ്പൊ അതില്ല. ഡ്രഗ് അവയർനെസിനെ കുറിച്ച് എടാ നീ ഇത് ട്രൈ ചെയ്ത് നോക്കും, ഇല്ല ഇത് തെറ്റാണ് എന്ന് പറയാൻ ധൈര്യപ്പെടുന്നുണ്ടോ? ധൈര്യപ്പെട്ട് കഴിഞ്ഞാൽ മേ ബി ഒരു ചേഞ്ച് വന്നേക്കാം. അങ്ങനെ കുറെ ആംബിഗ്യൂറ്റി ഉണ്ട്. ഇപ്പൊ ഈ നമ്മൾ ആ വീഡിയോയില്, റാഗിങ്ങിന്റെ ആ വീഡിയോയില് കണ്ടു കഴിഞ്ഞാൽ ഇത്രത്തോളം മനുഷ്യർക്ക് ഇങ്ങനെ മാറാൻ പറ്റും, ഇത്രയ്ക്ക് മോശമായിട്ട് ആൾക്കാരെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. പോട്ടെ, അതെല്ലാം പോട്ടെ. ഞാൻ ഈ കമന്റ്സ് എന്റെ പോസ്റ്റിന്റെയോ അല്ലെങ്കിൽ എന്നെ കുറിച്ചുള്ള ഏതെങ്കിലും പോസ്റ്റിനകത്ത് ആൾക്കാരെടുത്ത് കമന്റ്സ് കണ്ടു കഴിഞ്ഞാൽ എന്നെ അറിയ പോലും ചെയ്യാത്ത ആൾക്കാർ എന്ത് ധൈര്യത്തിലായി കാണുന്നു, അല്ലേ? അപ്പൊ ദർ ഇസ് എ സോഷ്യൽ ഫ്രസ്ട്രേഷൻ. അത് പല ലെവലിലായിരിക്കാം, സെക്ഷൽ, ഫിനാൻഷ്യൽ, അങ്ങനെ പല രീതിയിലായിരിക്കാം. ഈ ഇൻഫ്ലുവൻസ് എല്ലാം സൊസൈറ്റിയിലുണ്ട്. അതിനോടുള്ള അത് മാത്രമല്ല, ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്താലും ആരും ഒന്നും കംപ്ലൈന്റ് ചെയ്യില്ല. ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവുണ്ട്. അത് പറയാൻ കാരണം ഇപ്പൊ സാറിനെ പോലെയുള്ള ഒരാൾ കംപ്ലൈന്റ് കൊണ്ട് കൊടുക്കാൻ കിട്ടുന്ന അതേ പ്രോസസ്സിംഗ് ആയിരിക്കത്തില്ല ഇപ്പോൾ ഞാനടക്കമുള്ള ഒരു സാധാരണക്കാര് ചെയ്യുന്നത്. കാരണം വെച്ചാൽ അതിന്റെ പ്രോസസ്സിംഗ് വളരെ കുറയും. അങ്ങനെ ഒരു സമൂഹത്തിൽ അങ്ങനെ ഒരു വേർതിരിവുണ്ട്. അതായത് കുറച്ച് ഇവിടെ നമുക്ക് ക്രൈമിനെ എത്രത്തോളം വലുതാക്കുന്നു അത്രത്തോളം അറ്റൻഷൻ കിട്ടുന്നു എന്നുള്ളതാണ്. ഇപ്പോ ഗോവിന്ദസ്വാമിയുടെ കരെടുത്താൽ ലോ ടേക്സ് ഇറ്റ്സ് ഓൺ ടൈം. സാധാരണക്കാരിയാണ് അഫക്റ്റഡ് ആയത്, വ്യക്തി സാധാരണക്കാരിയാണ്, വലിയ ആളല്ല. ഇപ്പൊ ഈ നഴ്സിംഗ് വിദ്യാർത്ഥി സാധാരണക്കാരനാണ്. ഇപ്പൊ ഈ മരിച്ച അഫാന്റെ ഇതിൽ മേർഡറിൽ മരിച്ച ആൾക്കാർ സാധാരണക്കാരാണ്. സോ ഇഫ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ക്രൈം ഇസ് ബിഗ്, അറ്റൻഷൻ കിട്ടുന്നു. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പോയി കൊടുത്താൽ എനിക്ക് വേറെ പണിയില്ല എന്ന് ചോദിക്കും. അപ്പൊ ആ ലീഗൽ ഫ്രെയിം വർക്കിനെ എഫക്ട് ചെയ്യുന്നത് ഒരു രീതിയിൽ ഫോർത്ത് സ്റ്റേറ്റും കൂടി ഉണ്ട്. ദേ ആർ ഓൾസോ ഇൻവോൾവ്. തീർച്ചയായിട്ടും ഉണ്ട്. പേഴ്സണലി ഞാൻ എൻ്റെ ലൈഫിൽ അത് അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരു സൈബർ കുറ്റം ഞാൻ കൊണ്ടൊരു കംപ്ലൈന്റ് കൊടുത്ത സമയത്തായാലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് കുറച്ച് സ്ട്രോങ് ആയതുകൊണ്ട് അവരെന്നോട് പല പല ഇതാ പറഞ്ഞത്. അപ്പം ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫുണ്ട്, നമ്മൾ അതുമായിട്ട് മൂവ് ഓൺ ചെയ്യും, ഇതിന്റെ പിന്നാലെ നമ്മൾ നടക്കത്തില്ല. അപ്പം കുറച്ചുകൂടെയൊക്കെ ഈ നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ അവരുടെ ഉത്തരവാദിത്തം കറക്റ്റായിട്ട് ചെയ്യുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ശരി, നിയമം കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ, നമ്മൾ ജുഡീഷ്യറി, നമ്മൾ അങ്ങനെ ഒരു ഫുൾ ഒരു വൺ ആം ഓഫ് അവർ കൺട്രി. ജുഡീഷ്യറിക്കകത്ത് നമുക്ക് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന പോലീസ് ഉണ്ട്, ലീഗൽ പ്രാക്ടീഷണേഴ്സ് ഉണ്ട്, ജഡ്ജസ് ഉണ്ട്, ഇതിന്റെ പല ലെവലിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഇതിനകത്ത് ബേസ്ഡ് ഓൺ എവിഡൻസ് എന്ന് പറഞ്ഞിട്ട് ഈ എവിഡൻസ് ഫാബ്രിക്കേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്ന് പറയുന്നത്.
അപ്പോൾ ഈ എവിഡൻസ് സത്യമാണെങ്കിലും അക്സെപ്റ്റ് ചെയ്യപ്പെടുമെന്ന് പറയാൻ പറ്റും. അപ്പൊ ഇങ്ങനെ പല ലൂപ്പ് ഹോൾസും ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. പക്ഷെ എന്നാണോ നമുക്കിപ്പോ ഈ റെഫർമേറ്റീവ് രീതി നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് റെഫർമേഷൻ ആണ് വിശ്വസിക്കുന്നത്. അതായത് ഒരാളെ തടവ് ശിക്ഷയ്ക്ക് അയച്ചു കഴിഞ്ഞാൽ അയാൾ നന്നാവും. ശരിക്കും റെഫർമേഷൻ ആണ് നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ. അപ്പോ ഈ ഐ ഫോർ എൻ ഐ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാകൃതമായ രീതി പല രാജ്യങ്ങളിലും ഉണ്ട്. ഈ ഐ ഫോർ എൻ ഐ എന്ന് പറഞ്ഞാൽ നിന്റെ കൈ ഒടിച്ചോ അവന്റെയും കൈ ഒടിക്കും അല്ലേ. അപ്പൊ അങ്ങനത്തെ രീതി കൊണ്ടുവരണമെന്നല്ല ഞാൻ പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഒരാൾ ശിക്ഷിക്കപ്പെട്ടാൽ അടുത്ത ആൾ തെറ്റ് ചെയ്യുന്നതിന് മുന്നേ ആലോചിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് വധശിക്ഷയ്ക്ക് വിധിച്ചിട്ട് പോലും ഗ്രീഷ്മ ഇപ്പോഴും ചിത്രം വരച്ച് ജയിലിൽ ആ സെല്ലിനകത്ത് കിടക്കുന്നു എന്നുള്ളത് ആൾക്ക് ഒരു പേടിയില്ല. നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ അതുവഴി പോകുമ്പോൾ പോലും പേടിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ ഇല്ല. അല്ല, അവിടെ പോലീസുകാരെ പേടിക്കല്ല വേണ്ട. അറ്റ്ലീസ്റ്റ് അവര് എന്തോ നമ്മളെ തല്ലാൻ വേണ്ടിയോ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരല്ല. ഇപ്പൊ ഇന്നലെ അല്ലെങ്കിൽ ശിവരാത്രിയുടെ ദിവസം ഇവിടെ വർക്ക് ചെയ്യുന്ന പോലീസ് ഫോഴ്സ് അവരും മനുഷ്യരാണ്. ഇത്രയും വലിയ കൂട്ടത്തില് അവര് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെള്ളം കുടിച്ചവര് എന്ത് ചെയ്താലും ആരും പറഞ്ഞാൽ കേൾക്കാൻ പോകുന്നില്ല. അവര് ട്രാഫിക് ഹാൻഡിൽ ചെയ്യണം, ആൾക്കാരെ ഹാൻഡിൽ ചെയ്യണം. അവരുടെ അവസ്ഥ ആരും ചോദിക്കുന്നത്. അവർക്ക് ഓണവും വിഷുവൊന്നും ഇല്ല. നഴ്സുമാരെ പോലെ തന്നെ ഒരു സർവീസ് എന്നുള്ള രീതിയിൽ പോലീസ് ഫോഴ്സിന് ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല. അവര് മനുഷ്യർക്ക്. അപ്പൊ അവരെ നമ്മൾ കുറ്റപ്പെടുത്തുന്നതും ആലോചിച്ചിട്ട് വേണം. വളരെ ഈസി ആയിട്ട് നമ്മൾ പറയും ഇതങ്ങനെയാണ്. നമ്മൾ പറയാൻ എളുപ്പമാണ്, ചെയ്യുമ്പോഴാണ് അതിന്റെ വിഷമം. ഇപ്പൊ ഞാൻ ചോദിക്കുന്നു, ഇപ്പോ അഡ്വക്കേറ്റ്സ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ലോയേഴ്സിനെ പറ്റി ആൾക്കാർ അടച്ചാക്ഷേപിച്ച് പലരും പറയാറുണ്ട്. ശരിക്കും ഒന്ന് ആലോചിച്ചു, ഒരു അഡ്വക്കേറ്റിന് ലോൺ അപ്ലൈ ചെയ്ത് ഞാൻ കിട്ടും, ഒരു വീട് വാടകയ്ക്ക് ചോദിച്ചാൽ കിട്ടും? കിട്ടില്ല. ബിക്കോസ് എല്ലാവർക്കും ഇതാണ്, ഇവന് വാടകയ്ക്ക് വീട് കൊടുത്ത് ഞാൻ കേസ് കൊടുക്കും. പ്രീ ജഡ്ജിങ്. നമ്മുടെ സൊസൈറ്റിയിൽ ഇങ്ങനത്തെ പ്രീ ജഡ്ജിങ് വരുമ്പോഴല്ലേ പ്രോബ്ലം ഉണ്ടാകും. അതൊരു പ്രൊഫഷനാണ്. ഡോക്ടറെ പോലെ ഒരു പ്രൊഫഷനാണ്. ഡോക്ടറിന് വീട് കൊടുക്കാം, പക്ഷെ അഡ്വക്കേറ്റ് കൊടുക്കരുത്. ചോദിച്ചുകൊണ്ട് മാത്രം ചോദിക്കാം. കമാൽ പാഷ ഇടയ്ക്ക് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അത് ഗ്രീഷ്മയെ സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ കമാൽ പാഷ സാറിന്റെ സ്റ്റേറ്റ്മെന്റിനെ അല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഗ്രീഷ്മയെ സപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നത് പോലും ഞാൻ പറയും. ലീഗൽ സൈഡ് പറയുകയായിരിക്കും. ലീഗൽ സൈഡ്. ഇപ്പോ നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് ലോകത്താണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എവ്രി സേ 1 hour അങ്ങനെ സ്റ്റാറ്റ്സ് പറയുന്നത് ഒരു മണിക്കൂറിൽ 5 ഡിവോഴ്സ് നടക്കുന്നത് കേരളത്തിൽ. അപ്പൊ അങ്ങനെ നടക്കുമ്പോൾ ഇത് ലീഗൽ സിസ്റ്റത്തിന്റെ ഇഷ്യൂ ആണോ? ഇത് ഡിവോഴ്സ് കൊടുക്കുന്നു എന്നുള്ളത് കോടതിയാണ് കൊടുക്കുന്നത്. അപ്പൊ അത് ലീഗൽ ഇഷ്യൂ ആയോ? ഇല്ല. അത്രത്തോളം ഒരു ഡിസ്കോർഡ് ആൾക്കാരുടെ ഇടയിലുള്ളത് കൊണ്ടാണ്. അപ്പൊ അതിന്റെ ലീഗൽ വശം പറയുമ്പോൾ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മോറൽ അസോൾട്ട് ആണ്. ഞാൻ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കേസ് കൊടുക്കാം. അത്രയ്ക്ക് നിയമത്തിൽ ഇതുണ്ട്. അറിയാവുന്നവൻ അതിനെ യൂസ് ചെയ്യും. ഇറ്റ്സ് എ ടൂൾ. ആ ടൂളിനെ യൂസ് ചെയ്യുന്നത്, നമുക്ക് കത്തി യൂസ് ചെയ്യുന്നത് കരിക്കരിയാൻ വേണ്ടിയിട്ടാണോ ആളെ കുത്താൻ വേണ്ടിയിട്ടാണോ എന്നുള്ളത് പോലത്തെ ആ ഡിഫറൻസ് ആണ്. അതായിരിക്കാം സാർ പറഞ്ഞത്. അദ്ദേഹം ഉദ്ദേശിച്ചത് അപൂർവങ്ങളിൽ അപൂർവമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് എന്നതായിരിക്കും. പക്ഷെ ഒരു ആന്തരികാവയവം കംപ്ലീറ്റ് ആയിട്ട് നശിച്ച് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത വിധത്തിലായിരുന്നു. അത്രയും വേദനയോടുകൂടിയായിരുന്നു ആള് മരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം കമാൽ പാഷ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്റ്റേജിലോട്ട് എത്തിച്ചതാണ്, ആ ആൾക്ക് പ്രേരണ ഉണ്ടായതാണ് എന്നാണ് പറഞ്ഞത്. ശരി. അപ്പൊ ഞാൻ ചോദിക്കുന്നു, ഐ തിങ്ക് ഇപ്പോൾ ഡൽഹിയിലെങ്ങാണ്ടാണ് ഒരു ലേഡി, നമുക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റിന് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ലിസ്റ്റിൽ ആ ലേഡിയുടെ പേരുണ്ട്. 9 പേരെങ്ങാണ്ട് പാകരണോ മണങ്ങളോ കൊച്ചുകുട്ടി ഉൾപ്പെടെ എല്ലാവരുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട് കൊന്നതാണ്. അപ്പോൾ ഈ മാസ് മർഡറിനെ അപൂർവത്തിൽ അപൂർവമാണ് എന്ന് പറഞ്ഞ് നമ്മൾ തൂക്കാൻ വിധിച്ചു. അതിതുവരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല അല്ലേ? അപ്പോൾ അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറഞ്ഞാൽ അത്ര റെയറസ്റ്റ് റെയർ കേസ് ആവണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം അതിന് ആ ക്രൂവാലിറ്റി ബ്രൂട്ടാലിറ്റി എന്ന് വെച്ച് നോക്കുമ്പോൾ ഒരാളെ കൊലപ്പെടുത്തിയത് എന്ന് ലീഗൽ കമ്പാരിസൺ ആണ് ചെറുതാ. എല്ലാവരും അത് ഭീഷണി സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാൽ റെയറസ്റ്റ് റെയർ കേസ് എന്ന് പറഞ്ഞാൽ അവരെ പോലും എക്സ്ക്ലൂഡ് ചെയ്തിട്ടില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ അമ്മയെ തല്ലിയാൽ 2 വർഷം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് മാറുന്നതും ഇപ്പോ സാറിനെ സപ്പോർട്ട് ചെയ്യാനും എതിർക്കാനും ആൾക്കാരുണ്ട്.
എപ്പോഴും. സർ, നമ്മുടെ ഈ അഫാന്റെ കേസിൽ വരികയാണെങ്കിൽ 5 പേരെ വളരെ ബ്രൂട്ടൽ ആയിട്ടാണ് അതിൽ പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി ഒരാളുടെ തലയിൽ ഒരിക്കലും ഹാമർ ഇട്ട് എനിക്ക് നമുക്ക് അതെ. തോന്നി. അതിനും പറയുന്നത് കാമുകിയായിരുന്നു, വളരെയധികം സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷെ അതിക്രൂരമായിട്ടായിരുന്നു ആ പെൺകുട്ടിയെ കൊന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതിന്റെ പിന്നിലുള്ള ഒരു മോട്ടീവ് എന്തായിരിക്കും എന്ന് അത് നമുക്ക് ആ ഒരു വ്യക്തിക്ക് മാത്രമേ പറയാൻ പറ്റൂ എന്തായിരുന്നു മോട്ടീവ് എന്നുള്ളത്. അത് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത് കൊണ്ട് ഐ ട്രൂലി ട്രസ്റ്റ് ദി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ്. അവരെന്താണ് ആ ഫൈൻഡിങ് പറയുന്നത് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പല ഫാക്ടേഴ്സ് ഉണ്ടാവാം. അത് ഡ്രഗ് ഇൻഫ്ലുവൻസ് ആവാം, അല്ലെങ്കിൽ സോഷ്യൽ ഇൻഫ്ലുവൻസ് ആവാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂ ആവാം, അല്ലെങ്കിൽ വേറെ അങ്ങനെ 100 കൂട്ടം ഇഷ്യൂസ് ഉണ്ടാവാം. നമുക്കിപ്പോ ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യില്ല, റിയാക്ട് ആണ് ചെയ്യുന്നത്. തൊട്ടതിനെ പിടിച്ചിട്ട് നമ്മൾ റിയാക്ഷൻസ് ആണ് ഇപ്പോൾ കാണുന്നത്. ആ റിയാക്ഷൻസ് വലുതാകുമ്പോൾ ഇങ്ങനത്തെ ഷേപ്പ് എടുക്കും. വേൾഡ് ഓവർ ഇപ്പോൾ ഒരു സ്റ്റഡി നടത്തിയിട്ടുള്ള യൂത്തിന്റെ ക്രൈം ഇൻക്രീസിംഗ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. അത് പോസ്റ്റ് കോവിഡ് ആണ് എന്ന് പറയുന്നത് ഇല്ല, അത് സ്ലോലി നമ്മുടെ സിസ്റ്റം വെച്ച് നോക്കിയപ്പോൾ മൊബൈൽ അഡിക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മുടെ മൈൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് നമ്മൾ കുറേ കാണുന്നത് ഇങ്ങനെ പല ഇത് കാണുന്നത്. പലപ്പോഴും ക്രൈമിനെ പോലും നമ്മൾ തമാശയായിട്ടാണ് കാണുന്നത്. നമ്മൾ കാണുന്ന തമാശ സ്ലാബ് സ്റ്റിക്ക് ഒന്നുമല്ല, ആക്ച്വൽ ഒരാൾ ഇടിച്ച് താഴെ വീണ് തല പൊട്ടുന്നതൊക്കെയാണ് നമ്മൾ കോമഡി ആയിട്ട് കാണുന്നത്. റീൽസിലൊക്കെ അങ്ങനെ നമ്മൾ കാണാറുണ്ട്. എന്നിട്ട് നമ്മൾ അതൊക്കെ കാണിച്ചിട്ട് പക്ഷെ എവിടെയോ നമ്മൾ അത് എൻജോയ് ചെയ്യുന്നു. നമ്മൾ ഹാവ് യു സ്റ്റാർട്ടഡ് എൻജോയിങ് ക്രൈം? നെഗറ്റീവ്സ് ആളുകൾ കൂടുതൽ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ മനസ്സല്ലേ ഇതെല്ലാം. സാർ, ഒരു ലോയർ ആയതുകൊണ്ട് ചോദിക്കുകയാണ്, എങ്ങനെയായിരിക്കും അഫാന്റെ ഒരു കേസ് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് 5 പേരെ കൊന്ന ഒരാൾക്ക് എന്തായിരിക്കും മുന്നോട്ട് പോകുന്ന ഒരു ശിക്ഷാ നടപടി എന്നുള്ളതിനെ കുറിച്ച്? ശിക്ഷാ നടപടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഹോമിസൈഡ് ആണ്. ഹോമിസൈഡിന് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ എവിഡൻസസ് കൊണ്ടുവന്ന് ഈ ചെയ്തതിന്റെ കാരണമാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ ഉണ്ട്. ഇത് തന്നെ ഡ്രഗ് ഇൻഫ്ലുവൻസ് ആണെന്നുണ്ടെങ്കിൽ അതിനൊരു കോഴ്സ് ഓഫ് ആക്ഷൻ ഉണ്ട്. അതിൽ തന്നെ മെന്റൽ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ മെന്റൽ സ്റ്റേറ്റ് ശരിയല്ല എന്ന് പറഞ്ഞാൽ അതിന് വേറെ കോഴ്സ് ഓഫ് ആക്ഷൻ ഉണ്ട്. ഇതിനെ എല്ലാത്തിനെയും പ്രോപ്പർ വെയിറ്റേജ് കൊടുത്ത് അതിന്റെ എവിഡൻസസ് വന്ന് ഹിയറിംഗ് കഴിഞ്ഞിട്ടാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് മുന്നേ ദിലീപിന്റെ കേസോ അല്ലെങ്കിൽ ബാക്കി പല ആൾക്കാരുടെ കേസസ് നമുക്ക് ചോദിക്കാം. ഞാൻ എപ്പോഴും കഴിഞ്ഞ ഏതൊരു ഇന്റർവ്യൂവിൽ ഞാൻ ചോദിച്ചിരുന്നു, തട്ടേക്കാട് സംഭവത്തിന്റെ ഈ 42 കുട്ടികൾ മരിക്കുന്ന സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ബോട്ട് ലൈസൻസിങ് കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ അന്നത്തെ ഓർഗനൈസ് അന്നത്തെ ഗവൺമെന്റ് അന്ന് തൊട്ട് ഇന്ന് വരെ ബോട്ട് ലൈസൻസിങ് ആക്റ്റീവ് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഓവർലോഡിങ് നിന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പ്രോപ്പറായിട്ട് നമുക്കൊരു സിസ്റ്റം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ നമ്മൾ ചിട്ട കാണിക്കുന്നത് ഒരു പക്ഷെ ബിവറേജിന് മുന്നിൽ മാത്രമേ, ബാക്കി എല്ലാ സ്ഥലത്തും അനുകൂലിയാണ്. അവിടെ മാത്രം അങ്ങനെ പോയി കഴിഞ്ഞാൽ കിട്ടില്ല എന്നുള്ളത് കൊണ്ട് അവർക്കറിയാം, അവർ കറക്റ്റ് ആയിട്ട് നടന്നത്. ഐ എം സെയിങ് ആ രീതിയിൽ തന്നെ ഇങ്ങനെ നിങ്ങൾ വരികയാണെങ്കിൽ കിട്ടില്ല എന്ന് പറയാൻ നമ്മൾ ധൈര്യപ്പെടുന്നത് ഈ ഒരു ട്രാഫിക്കിന്റെ, അതായത് ഗേറ്റിന്റെ മുന്നേ വണ്ടി കൊണ്ട് നിർത്തിയ ഒരു യങ്സ്റ്റർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുച്ഛിച്ച് മുഖമൊക്കെ ചുളിച്ച് കാണിക്കുക. ഇറ്റ് ഡസന്റ് റിയലി കെയർ ഫോർ അതർ പീപ്പിൾ. നമ്മുടെ ഹ്യൂമാനിറ്റേറിയൻ ലെവലിലേക്ക് മാറി ആൾക്കാരെ നമ്മൾ ഈ ദ്രോഹം എന്നുള്ള ആ കോൺസെപ്റ്റും നന്മ എന്നുള്ള കോൺസെപ്റ്റ് എല്ലാം മാറിയിട്ടുണ്ട്. സോ ഐ വുഡ് സേ ദിസ് ഇസ് പല ലെവലിൽ നമ്മൾ അനലൈസ് ചെയ്യുന്ന കാര്യം. ജസ്റ്റ് ഒരു ചുമ്മാ ഒരു തോട്ടിൽ പറയുന്ന ആ ഒരു കാര്യം പല ലെവലിൽ അനലൈസ് ചെയ്യുന്നത്. ആസ് പെർ ദ കോഴ്സ് ഓഫ് ആക്ഷൻ ഓഫ് ലോ അതിന് എവിഡൻസസ് വേണം, പല ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം. അങ്ങനെ കൺസിഡർ ചെയ്തിട്ട് അതിന് നീതിയുക്തമായിട്ടുള്ളൊരു വിധി വരും എന്ന് പ്രതീക്ഷിക്കാം. സാർ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പുതുതലമുറ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അവർക്ക് ഉള്ളൊരു മെസ്സേജ് കൊടുത്തിട്ട് നമുക്ക് വേണ്ടത് സത്യമായിട്ട് ഞാൻ പറയുന്നു, ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആദ്യം എന്നെ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് തിരിക്കുന്ന ആൾക്കാർ. മെസ്സേജ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, ബി യോർസെൽഫ് എന്നുള്ള കാര്യം മാത്രമേ. കാരണം നമ്മൾ അഡ്വൈസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരാളും കേൾക്കാൻ പോകും. എത്ര നമ്മൾ നല്ലത് പറഞ്ഞാലും നമ്മളിൽ എന്താണ് തെറ്റ് കുറ്റം എന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. അവരോട് ഞാൻ എങ്ങനെയാണ് മെസ്സേജ് പറയും? അല്ലെങ്കിൽ KPSC പണ്ട് നാടകത്തിലെ പാട്ട് പോലെ ചില്ലുമേടയിൽ നിന്ന് കല്ലെറിയൽ എന്ന് പറയാനേ പറ്റൂ. കാരണം ഞാനായിട്ട് എവിടെയെങ്കിലും ഒന്ന് മുമ്പോട്ട് എന്ന് മാത്രമേ നമുക്ക് പറയാം. മെസ്സേജ് ഒന്നും അല്ല. എല്ലാ മൊമെന്റിലും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, ഇപ്പോ എനിക്ക് എൻ്റെ പാരൻസിനൊക്കെ സ്നേഹമുണ്ട്.
അതിനു വേണ്ടിയിട്ട് ഞാൻ അവരെ ഞെക്കിപ്പിടിച്ച് ഞാൻ എപ്പോഴും കെട്ടിപ്പിടിച്ച അങ്ങനെയല്ല. എന്റെ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്ന രീതി വരെ ലവ് ലാംഗ്വേജസ് ഒരു കോൺസെപ്റ്റ് എടുക്കാൻ പറ്റി 5 തരത്തിലുണ്ടാവും. അതിനകത്ത് ആക്ട്സ് ഓഫ് സർവീസോ ഗിഫ്റ്റോ അല്ലെങ്കിൽ വേർഡ്സ് ഓഫ് അപ്രീസിയേഷനോ ഇങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ടാവും. അത് ഓരോ ആൾക്കാർക്ക് ഓരോന്നാണ്. പക്ഷേ അത് എക്സ്പ്രസ് ചെയ്യുക ജീവിതം ഫുള്ളായിട്ട് ജീവിക്കുക എന്നുള്ള കാര്യം നമ്മൾ ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് ദി ബെസ്റ്റ് തിങ് യു കൻ എവർ ഡു. അത് എത്ര നന്നായിട്ട് നമ്മൾ ചെയ്യുന്നു അത്രയും ലൈഫ് നന്നായി. താങ്ക് യു സോ മച്ച് സാറിന്റെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി തന്നതിന്.